ഇനി നമുക്ക് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 10 വർഷം പിണറായി ഭരിച്ചു കഴിഞ്ഞു. ഒരു ഭരണമാറ്റം അനിവാര്യമാണ് എന്ന് കോൺഗ്രസും UDF-ഉം തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലാണ്. തീർച്ചയായിട്ടും. എന്താണ് സാധ്യതകൾ? സാധ്യതകൾ നല്ല സാധ്യതകളാണ്. കാരണം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണം കേരളത്തിലെ ജനങ്ങളെ മടുപ്പിച്ചിരിക്കുന്നു. 10 വർഷക്കാലമായി ഇവിടെ ഭരിക്കുന്നു. ആ ഭരണത്തിൻ്റെ അകത്ത് കേരളത്തിലെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ സാധിക്കാത്തൊരു ഗവൺമെൻറ്റായി ഈ ഗവൺമെൻറ് മാറിയിരിക്കുന്നു. സാമ്പത്തികമായാണെങ്കിൽ ഈ സംസ്ഥാനത്ത് നമ്മുടെ സാമ്പത്തിക രംഗത്ത് നമ്മൾ വളരെ ക്ഷീണിതരാണ്. അതുപോലെ എല്ലാ തലങ്ങളിലും നമ്മൾ പിറകോട്ട് നിൽക്കുകയാണ്. ആ പിറകോട്ട് നിൽക്കുന്ന ഈ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം ഈ കേരളത്തിൽ നമുക്ക് മുതലെടുക്കാവുന്നതാണ്. അത് മുതലെടുത്താൽ നമുക്ക് രാഷ്ട്രീയത്തിൽ മുമ്പോട്ട് വരാൻ സാധിക്കും. അല്ല, അതിനായുള്ള ക്യാമ്പയിൻ തയ്യാറായി കഴിഞ്ഞു. കാരണം അത് പാർട്ടി ആലോചിക്കുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഞാൻ ഇന്നലെ അത് അന്വേഷിച്ചപ്പോൾ അതിനൊരു ഒരു പ്രത്യേക ഗ്രൂപ്പിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരത് ഉണ്ടാക്കി ചർച്ച നടത്തി അതിൻ്റെ പരിഹാര മാർഗം അവർ കണ്ടെത്താൻ പോവുകയാണ്. വൈകിപ്പോയില്ലേ? ഇത്തിരി വൈകിപ്പോയി എന്നാണ് എനിക്കും അഭിപ്രായം. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അല്ല, ഇനിയില്ല. ഇനിയിപ്പോൾ ഈ സമയമുണ്ടല്ലോ. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ സമയമുണ്ടല്ലോ. ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ, ഡോർ ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ, ഡോർ തുറന്നു വെച്ചിരിക്കുകയല്ലേ. ഈ മറ്റൊന്ന് CPM-ൽ സമീപകാലത്തില്ലാത്ത വിധത്തിൽ CPM-നകത്ത് നിന്ന് തന്നെ പ്രശ്നങ്ങളുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. അതെ. T. സുധാകരൻ, ഐഷ പോറ്റി, അത് കഴിഞ്ഞ് TK ഗോവിന്ദൻ, ഇങ്ങനെ നീണ്ട നിര കിടക്കുകയാണ്. ഇതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ പൊളിറ്റിക്കലി എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്? സാധിച്ചിട്ടില്ല, ഇതുവരെ സാധിച്ചിട്ടില്ല. സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിനുള്ള ഒരു തുടക്കം കുറിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഇന്ന് രാവിലെ കിട്ടിയ വിവരം. അല്ലാതെ അപ്പോൾ പൊളിറ്റിക്കൽ ഡിസിഷൻ, ഇപ്പോൾ താങ്കൾ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വളരെ ഡൈനാമിക്കായി ഓരോ കാര്യങ്ങളിലും അപ്പം മറുപടി കൊടുക്കുമായിരുന്നു. നിങ്ങൾ പോകേണ്ടടുത്ത് നേരിട്ട് പോകുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. അത് ആ ഡൈനാമിസം എന്താണ് നഷ്ടപ്പെടുന്നത്? അത് ഡിപ്പെൻഡ്സ് ഓഫ് പേഴ്സണാലിറ്റി. പക്ഷേ അങ്ങയുടെ ശിഷ്യന്മാരാണ് നയിക്കുന്നത്. PCC പ്രസിഡന്റ് അങ്ങയുടെ ശിഷ്യനാണ്. DC പ്രസിഡന്റൊക്കെ നന്നായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഈ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിലും നൽകുന്നതിലും, കാരണം അങ്ങേപ്പോലുള്ള ആൾക്കാർ ഇതേ പരാതി പല മുൻ PCC പ്രസിഡന്റുമാരും പറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മുതിർന്ന നേതാക്കളിൽ നിന്നും സ്വീകരിക്കാൻ ഇപ്പോഴത്തെ ലീഡർഷിപ്പിന് ഭയങ്കര മടിയാണ്. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ പരസ്പര ധാരണയിൽ, പരസ്പര ചർച്ചയിൽ സ്വാഭാവികമായും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരും. ഇരുന്നൊരു ചർച്ച നടത്തിയാൽ മതി. ആ ചർച്ചയിലൂടെ തന്നെ നമുക്ക് എല്ലാ ആവശ്യമുള്ള കാര്യങ്ങളും നമുക്ക് കിട്ടും. ആ കിട്ടിയാൽ അത് കയ്യിലെടുത്താൽ മതി. അതിലൊന്നും വേറെ പ്രശ്നങ്ങളില്ല, അതിനൊന്നും വേറെ തടസ്സങ്ങളില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങളൊക്കെ അങ്ങനെയാണ് സാധാരണഗതിയിൽ. വൈകുന്നേരം ഒന്ന് ഇരിക്കും, നമ്മളൊരുമിച്ച് ഇരിക്കുമ്പോൾ നമ്മൾ പരസ്പരം ചർച്ച ചെയ്യും. അപ്പോൾ നാളത്തെ ഒരു വിഷയം, ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയിൽ നമുക്ക് എടുക്കേണ്ടുന്ന പോയിന്റ്സ് നമുക്ക് മനസ്സിൽ വെച്ചാൽ മതി. അതങ്ങനെ തന്നെ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതും അതെ അങ്ങനെ തന്നെയാണ്. അതിലൊന്നും തർക്കമൊന്നുമില്ല. അതുകൊണ്ടൊന്നും വലിയ പ്രശ്നങ്ങളുമില്ല വരാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.